തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലുണ്ടായ ഏറ്റവും ദാരുണമായ വാഹനാപകടത്തെപ്പറ്റിയുള്ള റിപ്പോർട്ടാണ് ആദ്യം. പൊള്ളാച്ചി വാൽപ്പാറയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മലയാളികളായ 9 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ 7 അധ്യാപികമാരും ഒരു കുട്ടിയും ഒരു പുരുഷനുമാണ് ഉൾപ്പെടുന്നത്. പരിക്കേറ്റവർ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം പാങ് LP സ്കൂളിലെ അധ്യാപകരും പാചക തൊഴിലാളിയും അവരുടെ കുട്ടികളുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു. 13-ാം ഹെയർപിൻ വളവിലാണ് അപകടം നടന്നത്. വിവരങ്ങളുമായി പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ രാത്രിയിൽ നടുക്കുന്ന വാർത്തകളാണ് നമുക്ക് പങ്കുവെക്കാൻ ഉള്ളത്. മലയാളികളായ 9 പേർ മരിച്ചിരിക്കുന്നു. അതിൽ 7 പേർ അധ്യാപികമാരാണ്. ഒരു സ്കൂളിൽ നിന്നും അവർ വിനോദയാത്രയ്ക്ക് പോയതാണ്. പക്ഷേ അവരുടെ യാത്ര അന്ത്യയാത്രയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ രാത്രിയിൽ എന്താണ് പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്നും പങ്കുവെക്കാനുള്ള വാർത്തകൾ? വിനോദ്, വളരെ ദൗർഭാഗ്യകരമായ വേദനിപ്പിക്കുന്ന സംഭവമാണ് വാൽപ്പാറയിലെ 13-ാം ഹെയർപിൻ വളവിൽ നടന്നത് എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടൊരു 5:25-നും 5:30-നും ഇടയ്ക്കാണ് ഈ അപകടം നടക്കുന്നത്. കടമ്പാറ, അതായത് കോയമ്പത്തൂർ ജില്ലയിലെ കടമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയാണത്. അവിടെ വെച്ച് ഈ 5:25, 5:30 സമയത്താണ് 13-ാമത്തെ ഹെയർപിൻ വളവിൽ വെച്ച് ഈ മലപ്പുറം ജില്ലയിലെ പാങ് LP സ്കൂളിലെ അധ്യാപകരും പാചക തൊഴിലാളിയും അവരുടെ മക്കളും ഡ്രൈവറും ഉൾപ്പെടെയുള്ള സംഘം അവർ വിനോദസഞ്ചാരത്തിന് വേണ്ടി അവർ ഈ വാൽപ്പാറ ഭാഗം കാണുന്നതിന് വേണ്ടി പോയതാണ്. അവിടെയൊക്കെ കറങ്ങി അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ 13-ാം വളവിൽ വെച്ച് ഇവരുടെ വാഹനം, ഇവർ സഞ്ചരിച്ച ഒരു ട്രാവലറാണ്. ആ ട്രാവലർ ഒരു പെരിന്തൽമണ്ണ സ്വദേശിയുടേതാണെന്നുള്ളതാണ്. ആ ട്രാവലർ പെട്ടെന്ന് മറിഞ്ഞ് വീഴുകയായിരുന്നു കൊക്കയിലേക്ക്. ഈ 13-ാമത്തെ വളവിൽ നിന്നും മറിഞ്ഞ വാഹനം അത് പിന്നെ പതിച്ചത് 9-ാമത്തെ വളവിലാണെന്നുള്ളതാണ്. അത്രയേറെ വലിയ രീതിയിലുള്ളൊരു അപകടമാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ആ അപകടത്തിൽ അപ്പോൾ തന്നെ ഈ ഒരുപാട് ആളുകൾ അത് കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. മലയാളികളായ ആളുകൾ ഒരു KSRTC ബസ് ആ സമയത്ത് അതിയെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാഹനം കണ്ട ആളുകളും നാട്ടുകാരുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ അവർ രക്ഷാപ്രവർത്തനം നടത്തി. ആ കടമ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും CI ഉൾപ്പെടെയുള്ള സംഘങ്ങളെത്തി, നിരവധി ആംബുലൻസുകളെത്തി. തുടർന്ന് ഈ ആളുകളെയൊക്കെ അവിടെ നിന്നും ഈ കൊക്കയിൽ നിന്നും വാഹനത്തിനാണെങ്കിൽ വാഹനത്തിനകത്തേക്ക് അകത്തു നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. വെട്ടിപ്പൊളിച്ചും മറ്റുമൊക്കെയാണ് ആളുകളെ പുറത്തേക്ക് എടുത്തത്. അങ്ങനെ പുറത്തെടുത്ത് അവരെ ആദ്യം പൊള്ളാച്ചിയിലെ ഈ ആശുപത്രിയിലാണ് എത്തിച്ചത്. പക്ഷേ അപകട സ്ഥലത്ത് വെച്ച് തന്നെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ സംഭവം. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച സമയത്തും പലർക്കും ജീവൻ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ വെച്ചും പലരുടെയും ജീവൻ നഷ്ടമായി. നിലവിൽ ഈ മരിച്ച ആളുകൾ 9 പേരാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ ഇത്തരത്തിലാണ്: അജിത എന്ന 54 വയസ്സുകാരി, റംല എന്ന 52 വയസ്സുകാരി, സുഹറ എന്ന 43 വയസ്സുകാരി, ആശ എന്ന 41 വയസ്സുകാരി, മജീദ് എന്ന 43 വയസ്സുകാരൻ, സജിദ എന്ന 45 വയസ്സുകാരി, ഷക്കീല എന്ന 37 വയസ്സുകാരി, അതുപോലെ റുക്കിയ എന്ന 39 വയസ്സുകാരി, ഹിഷാം എന്ന 12 വയസ്സുകാരൻ. അങ്ങനെ 2 ആണുങ്ങളും അതുപോലെ തന്നെ 7 സ്ത്രീകളും അടക്കം 9 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായതെന്നുള്ളതാണ്. 4 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഒരാൾ ഞാൻ ഈ നിൽക്കുന്ന പൊള്ളാച്ചി ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. മസ്നീൻ എന്ന 11 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. ഈ മസ്നീൻ എന്ന പെൺകുട്ടി ഇതിൽ ഒരു മരിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ മകളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ മറ്റ് 3 പേർ ചികിത്സയിൽ കഴിയുന്നത് അവരെ ആദ്യം പൊള്ളാച്ചിയിൽ ഈ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് അവരുടെ നില ഗുരുതരമാണെന്ന് കണ്ടതോടെ അവരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നൗഷാദ് എന്ന 39 വയസ്സുകാരൻ, അതുപോലെ ഷഹാദിൻ എന്ന 11 വയസ്സുകാരൻ, മുഹമ്മദ് ഫാസിദ് എന്ന 21 വയസ്സുകാരൻ. ഈ മുഹമ്മദ് ഫാസിദാണ് ഈ ട്രാവലർ എന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ. ആ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഈ അപകടത്തിൽ വലിയ രീതിയിൽ പരിക്കേൽക്കുകയും 9 പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വാൽപ്പാറയിലെ ഹെയർപിൻ വളവുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകദേശം 50ഓളം വളവുകളാണുള്ളത്. നമുക്കറിയാം വാൽപ്പാറയിലാണെങ്കിലും അതുപോലെ തന്നെ ഊട്ടി പോലുള്ള മലനിരകളിലാണെങ്കിലും ഹിൽ സ്റ്റേഷനുകളിലൊക്കെ ഹെയർപിൻ വളവുകൾ സാധാരണമാണ്. പക്ഷേ വാൽപ്പാറയിലൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ റോഡിന് പൊതുവെ വീതി കുറവാണ്. ഊട്ടിയിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ റോഡിന് വളരെ വീതി കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെ റോഡിൻ്റെ വീതി കുറവായ സാഹചര്യത്തിലാണോ ഈ വാഹനം അത് വളച്ച് ഈ ഹെയർപിൻ വളച്ച് താഴേക്ക് ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കൈവരിയിൽ തെറ്റി മറിയുന്ന സ്ഥിതിയിലേക്ക് എത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു
വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വിശദമായിട്ട് തന്നെ നടത്തും എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്. മാത്രമല്ല ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് വേണ്ട കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനും വേണ്ട നടപടികളൊക്കെ കൃത്യമായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ആശുപത്രി അധികൃതർ പറയുന്നത്. അതുപോലെ തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് മന്ത്രി കൃഷ്ണൻകുട്ടി പ്രതികരിച്ചിരുന്നു. അപകടത്തിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെ സംസാരിച്ചു എന്നായിരുന്നു മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിരുന്നത്. നിലവിലേതായാലും ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 6ഓളം ആംബുലൻസുകൾ കേരളത്തിൽ നിന്നും ഈ ഒരു പൊള്ളാച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബന്ധുക്കളും ഓരോരുത്തരായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അല്പസമയം മുൻപ് അപകടത്തിൽ മരിച്ച റംല എന്ന സ്ത്രീയുടെ ബന്ധുക്കൾ എത്തിയിരുന്നതിൻ്റെ തൊട്ടടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ മോർച്ചറിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ ഏതായാലും പലരും ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലേതായാലും വളരെ ദുഃഖകരമായ സംഭവമാണ് നമുക്ക് ഈ ഒരു പൊള്ളാച്ചിയിൽ നിന്ന് നൽകാനുള്ള വിവരം. കാരണം ഇത്രയും ആളുകൾക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. അവരെല്ലാം ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് ഉടൻ തന്നെ വിട്ടു നൽകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നാട്ടിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ ഇത് കേട്ടും മറ്റുമൊക്കെ അറിഞ്ഞ് മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് കോയമ്പത്തൂരിൽ നിന്നും അതുപോലെ തന്നെ പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറ ഭാഗത്തു നിന്നൊക്കെയുള്ള മലയാളികളായിട്ടുള്ള ഇവിടെ തന്നെ തമിഴ്നാട്ടിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ അപകടത്തിൻ്റെ നടുക്കം അത് വിട്ടുമാറാത്ത തരത്തിൽ അവരെല്ലാം അതീവ ദുഃഖത്തിൽ തന്നെയാണ്. മാത്രമല്ല ഈ അപകടത്തിൽ പരിക്കേറ്റവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഒപ്പം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ്. ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മുറയ്ക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം.